സുഹൃത്തെ, ഇന്നൊരു പാട്ടിന്റെ കഥ കേട്ടാലോ? പാട്ട് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതെ സുഹൃത്തെ, ഈ പാട്ടിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കാലിഫ് അൽ മൻസൂർ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവിൻ്റെ അടുത്ത് ഒരുപാട് കവികൾ വരുമായിരുന്നു, ഒരുപാട് കവിതകൾ ചൊല്ലുമായിരുന്നു. ഈ രാജാവിന് ഒരു പ്രത്യേകതയുണ്ട്, നല്ല ഓർമ്മശക്തിയാണ്. ഏതൊരു കവിതയും ഒരു വട്ടം കേട്ട് കഴിഞ്ഞാൽ ഒരു വാക്കുപോലും തെറ്റാതെ തിരിച്ചു ചൊല്ലാൻ ഇദ്ദേഹത്തിന് കഴിയും. എന്നിട്ട് ഈ കവിത ചൊല്ലിയ കവിയോട് പറയും, ഈ കവിത ഞാൻ മുമ്പേ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് താങ്കൾക്ക് ഈ വട്ടം സമ്മാനമില്ല. അങ്ങനെ ഒരുപാട് കവികൾ വരികയും തോറ്റിട്ട് ഒരു സമ്മാനവും കിട്ടാതെ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അൽ അസ്മൈ എന്ന് പറയുന്ന ഒരു കവി വരുന്നത്. എന്നിട്ട് രാജാവിനോട് ചോദിക്കുകയാണ്, രാജാവേ, ഞാനൊരു കവിത രചിച്ചിട്ടുണ്ട്, ഈ കവിത ഒന്ന് കേൾക്കുവോ? കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ഈ മറുപടി പറഞ്ഞുകൊണ്ട് ആ പോയറ്റ് ആ പാട്ട് പാടുകയാണ്. അങ്ങനെ ആദ്യമായി രാജാവ് നിശബ്ദനാവുകയാണ്. രാജാവിന് ആ കവിത തിരിച്ചു ചൊല്ലിക്കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വലിയ സന്തോഷത്തോടെ രാജാവ് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് സമ്മാനം വേണ്ടത്? അപ്പോൾ കവി ഒരു മറുപടി കൊടുത്തു, രാജാവേ, എനിക്ക് രക്തമോ വൈരമോ അങ്ങനെ ഒന്നും വേണ്ട, എനിക്ക് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഇവിടെ കവിത ചൊല്ലാൻ വരുന്ന ഓരോ വ്യക്തിക്കും തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം. വെറും കൈയോടെ ഒരാളെയും തിരിച്ചു വിടരുത്. അന്ന് മുതൽ രാജാവ് തിരിച്ചു പോകുമ്പോൾ കവികൾക്ക് ഓരോ സമ്മാനം കൊടുക്കുകയും അന്ന് അവിടെ കുറേ കവിതകൾ ഉണ്ടാവുകയും ചെയ്തു.